ഹായ് ഫ്രണ്ട്സ്, ബീനോസൺ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ടാണ് ഇന്ന് എത്തിയത്. നമ്മുടെ കൃഷ്ണ പെറ്റ്സ് ഫാമിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ ഫാമിന്റെ ഓണറായിട്ടുള്ള ഹരിയേട്ടുണ്ട്. ഹരിയേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പം ഹരിയേട്ടാ, നമ്മുടെ ഇവിടെ ഈ ഫാം എവിടെയാണ്, എന്താണ്, അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ വെറൈറ്റിയാണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ള ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാലേ. നമ്മളിപ്പോ ഫാം വരുന്നത് കൊയിലാണ്ടിയിൽ നിന്ന് അരിക്കുളത്തേക്ക് പോകുന്ന റൂട്ടിൽ അരിക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ അരിക്കുളത്ത് നിന്ന് 1 കിലോമീറ്ററിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഫാം വരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് കൂടുതലായിട്ടും ബെറ്റ ഫിഷ് ചെയ്യുന്നുണ്ട്, ഗപ്പി ചെയ്യുന്നുണ്ട്, പിന്നെ ഷോർട്ട് ടൈൽ, പ്ലാറ്റി, പോളാർ, ഏഞ്ചൽ ഒക്കെ ചെയ്യുന്നുണ്ട്. പോളാർ രണ്ടും, വൈറ്റും ബ്ലാക്കും, പിന്നെ കോൺവെക്റ്റ് നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്, റെഡ് ജുവല് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഷോപ്പ് ഉണ്ട് കൊയിലാണ്ടി കൃഷ്ണ പെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഷോപ്പിലേക്ക് വേണ്ടിയിട്ടാണ് അധികം ബ്രീഡ് ചെയ്യുന്നത്. കുറച്ച് എക്സ്ട്രാ വരുന്നത് നമ്മൾ ഇങ്ങനെ ഫാമിലും കുറച്ച് കടകളിലും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ തന്നെ റീറ്റെയിൽ ആയിട്ട് കുറച്ച് ചെയ്യുന്നുണ്ട്. അല്ലാതെയും ഹോൾസെയിൽ ആയിട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ സാധനം കൂടുതലുള്ളത് ഇപ്പം ബെറ്റ ഫിഷ് ആണ്. അപ്പം ബെറ്റ ഫിഷ് പിന്നെ കുറച്ച് ഗപ്പികൾ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ കൊടുക്കലുണ്ട്. പിന്നെ പോളാർ ഇടയ്ക്ക് ഉണ്ടാകുമ്പോൾ പോളാർ കൊടുക്കും. ഹോൾസെയിൽ ആയിട്ടുള്ള കാര്യം എപ്പോഴും എല്ലാ സാധനവും ഉണ്ടാവും. ഓക്കെ, എന്തായാലും നമുക്ക് മുഴുവനായിട്ടൊന്ന് കണ്ടുവരാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താം. നമുക്ക് നേരെ കൊണ്ട് പോയാലോ. വരട്ടെ, നമുക്ക് ആദ്യം തന്നെയുള്ള വെറൈറ്റി പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ കാണുന്ന പോളാർ ഫിഷസ് ആണ് അല്ലെ. പോളാർ ഉണ്ട്, കോൺവിക്റ്റ് ഉണ്ട്. അതില് ബ്ലൂവും വൈറ്റും രണ്ടും ഉണ്ട്. രണ്ടും ബ്രീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പോളാറും ബ്രീഡ് ചെയ്യുന്നുണ്ട്, കോൺവിക്റ്റ് രണ്ടും ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു ബ്രീഡിംഗ് മെത്തേഡ് ആയിട്ട് ഈ ഭാഗത്തുണ്ട്. ഇവിടേക്ക് ഒരു ബ്രീഡിംഗ് മെത്തേഡ് ആയിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെയാണ് ശരിക്കും ഇതിന്റെ ബ്രീഡിംഗ് മെത്തേഡ് ആയിട്ട് വരുന്നത്. 2 ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ എല്ലാത്തിലും ഓരോരോ പേര് ബ്രീഡായി കിടക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ഫ്രീസിങ് ആകുന്നതിന്റെ കുറച്ച് മുന്നേ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അക്വാറിയത്തിലേക്ക് ഇടും. അങ്ങനെയാണല്ലേ? ശരിക്കും അത് എന്താ പറയാ, നമുക്ക് ബ്രീഡ് ആക്കാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക് ബ്രീഡ് ആയിക്കോളും. നമുക്ക് കുട്ടികളെ എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ കുട്ടികളെതാ ഇതുപോലെ അതിൽ ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു മെത്തേഡിലും ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഓട് വെച്ചിട്ട് അതൊക്കെ ഈ ഒരു മെത്തേഡിൽ പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഓസ്കാർ ആ ഒരു സെറ്റപ്പിന്റെ മാതിരി തന്നെയല്ലേ. ഇവിടെ ഒരു കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇവിടെ വൈറ്റിന്റെ ചെറിയ കുഞ്ഞുങ്ങളായി വരുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് പിടിച്ചൊന്ന് കണ്ടെടുത്താലോ. അത്യാവശ്യം ഏജ് ഉള്ള സാധനമാണ്. ഒരു 1 ഇയർ ഒക്കെ മുകളിലൊക്കെ ഏജ് ഉള്ള സാധനങ്ങളാണ്. ഇത്രയും ഇത് ശരിക്കും ഇത് പോളാറല്ലേ? ഇത് പോളാറാണ്. ഈ പോളാറും കോൺഫ്ലിക്റ്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാ അത് മനസ്സിലാക്കുമ്പോൾ? അത് പോളാർ ഇതുപോലത്തെ ഒരു റൗണ്ട് ഷേപ്പ് ആയി ഉണ്ടാകും. ഈ ഒരു ടൈപ്പ് ഉണ്ടാവും. കോൺവിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാണ് കോൺവിക്റ്റ് വരുന്നത്. അതായത് എത്ര ഒരു ഇത് ഉണ്ടാവില്ല, ഒരു ഉണ്ടമായിരിക്കും, കുറച്ച് പരന്നതായിരിക്കും, പരന്ന് നീണ്ടിട്ടുള്ള. ഇത് കോൺവിക്റ്റിന്റെ ഫീമെയിൽ ആണ്. മെയിൻലി ഇതിന്റെ ഡബിൾ സൈസ് ഉണ്ടാവും. ഇതിപ്പോ ഫീമെയിൽ ആണല്ലേ? ഫീമെയിൽ മെയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ശരിക്കും? ഫീമെയിൽ ഈ വയറുഭാഗത്ത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവും. ഇവിടെ ഒരു ഷെയ്ഡ് ഉണ്ടാവില്ല, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവും. അത് എല്ലാത്തിലും അങ്ങനെ തന്നെയാണോ? നമ്മുടെ പോളാറിലും അങ്ങനെ തന്നെയാണോ? പോളാർ അങ്ങനെ തന്നെ. ഇതൊക്കെ മെയിലാണ്. ഇതൊക്കെ പോളാറിന്റെ ഒക്കെ മെയിൽ ആണല്ലോ. ഇതിലും ഈ ഒരു ബ്ലാക്കിലും ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവോ? അത് ഫീമെയിലിന് ഗോൾഡൻ ഷെയ്ഡ് ഉണ്ടാവും അല്ലേ? അങ്ങനെയാണ് അപ്പൊ മനസ്സിലാക്കല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ നിലവിലിപ്പോ നമ്മളിപ്പം കണ്ടോണ്ടിരിക്കുന്ന പോളാറാണ്. അതിന്റെ കുഞ്ഞുങ്ങൾ ആ ഭാഗത്തുണ്ട്. നമുക്കൊന്ന് കുഞ്ഞുങ്ങളെ കണ്ടുവന്നാലോ? കുഞ്ഞുങ്ങളാണ് കാണുന്നത്. നമ്മുടെ വൈറ്റ്, അത് കോൺഫ്ലിക്റ്റ് രണ്ടും ഉണ്ട് തോന്നുന്നു. രണ്ടും ഉണ്ട്, പോളാർ ഉണ്ട്, കോൺവിക്റ്റ് ഉണ്ട്. കോൺവിക്റ്റ് ആണ് അല്ലേ? കോൺവിക്റ്റ്. ഓക്കെ, ഇതും ബ്ലാക്കും. അത് ബ്ലാക്ക് ഉണ്ട്. സൈസ് ആണെന്നനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുന്നത്. ബട്ടൺ സൈസ് വരുന്നത്. ഇത് ചെറിയ സൈസ്, ചെറിയ കുട്ടികളുടെ സൈസ് വരുന്നത്. ഇത് ഈ സൈസിലാണോ നമ്മൾ കൊടുക്കുക? ഇല്ല, ഈ സൈസ് കൊടുക്കാറില്ല. ഈ സൈസിലാണോ? നമ്മൾ ഈ ഒരു സൈസ് കുറച്ചൊരു വലിപ്പം വെച്ചിട്ട് നമ്മൾ കൊടുക്കല്ലോ. ഓക്കെ, ഇതിനെ ശരിക്കും എങ്ങനെയാ പ്രൈസ് ഒക്കെ വരുന്നത്? ഈ ഒരു ഇതിലൊക്കെ ആണെങ്കിൽ നമ്മൾ റീറ്റെയിൽ ഒക്കെ വരുമ്പോൾ
അത് റീറ്റെയിൽ പല റേറ്റ് ഉണ്ട്. 60 രൂപേന്റെ ഉണ്ട്, 80ന്റെ ഉണ്ട്, 100ന്റെ ഉണ്ട്, 150ന്റെ ഉണ്ട്, 200ന്റെ ഉണ്ട്. അപ്പൊ നമ്മളെ കാണിച്ച പേരൻസ് സൈസ് ഇല്ലേ, അത്രയും സൈസ് ഒക്കെ ആകുമ്പോൾ 300 ആ റേഞ്ച് ഒക്കെ വരും. അത്രയും സൈസുള്ള സാധനങ്ങളൊക്കെയാണ്. അത്രയും സൈസുള്ള അത് ഇവിടെ ഉണ്ടാറില്ല. നമ്മളെ ഇവിടെ ബ്രീഡിങ് വെച്ചതിനെ കൊണ്ട് ഇപ്പൊ ഈ ബ്രീഡിങ്ങിനുള്ള സ്റ്റോക്ക് എന്നേ ഉള്ളൂ. മാക്സിമം ഈ ഒരു സൈസ് തന്നെ, ഈ ഒരു സൈസിൽ അത് തീർന്നു പോകല്ലോ സാധനം, കൂടുതലായിട്ട് കഴിഞ്ഞു പോകാം. ഇതന്നെ ഇപ്പൊ കഴിയാനായി കുറച്ചേ ഉള്ളൂ. ശരി, നമ്മള് പെയർ കൊടുക്കാറുണ്ടോ? പെയർ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിലൊക്കെ ഇഷ്ടം പോലെ പെയർ തിരിഞ്ഞ് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പെയർ സെപ്പറേറ്റ് ചെയ്ത് കൺഫേം പെയർ ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പെയറിന് എങ്ങനെ അഡീഷണൽ എമൗണ്ട് ഉണ്ടോ? കൺഫേം പെയർ ആകുമ്പോൾ പെയർ പല റേറ്റ് ആണ്. സൈസ് അനുസരിച്ച് ചിലപ്പോൾ 150, 200 പീസ് പെയർ അത്രേ വരുള്ളൂ. അതിൽ കൊടുക്കുന്നത് അതിൽ കൂടുതലൊന്നും വരില്ല. ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാലേ പെയർ ഇപ്പം നോർമലി നമ്മൾ പെയർ ആക്കി എടുക്കാൻ കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട്. 150, 200 ആണ് കൊടുക്കല് സൈസിനനുസരിച്ച് കൂടുതലായിട്ട്. പിന്നെ ഈ പോളാർ ഇതല്ലാതെ നമ്മളിപ്പോ വേറൊരു വെറൈറ്റിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജുവൽ ഫിഷിന്റെ ഷോർട്ട് ബോഡിയാണല്ലോ. അതിന്റെ സെയിലിനായിട്ടുള്ള സൈസാണ്. ഇത് ശരിക്കും നമ്മുടെ കഴിക്കുന്നതാണോ? ശരിക്കും കഴിക്കുന്ന മീൻ ടൈപ്പ് അങ്ങനത്തെ ടൈപ്പാണോ? അല്ല, ഇത് പക്കാ. ഇത് നല്ല ബ്രീഡിങ് ഏജ് ഒക്കെ ആവുമ്പോൾ നല്ല റെഡ് കളറാവും. ഫുൾ റെഡ് ആവും അല്ലേ? റെഡ് കളറാവും. ഈ ഗിഫ്റ്റും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ഗിഫ്റ്റ് മീനും അത് നമ്മള് കഴിക്കുന്നത് അല്ല, അങ്ങനെയല്ല. ഏകദേശം ഇതിന്റെ ജുവലിന്റെ സാധാരണ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നീണ്ടിട്ടുള്ള ബോഡിയാണ്. അതിന്റെ ഷോർട്ട് ബോഡി എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഫുള്ളി അഡൽട്ട് ആണോ? അല്ലല്ല, ഇതിന്റെ ഫുൾ സൈസ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ കാണിച്ചു. ഓക്കെ, നമുക്കൊന്ന് കണ്ടുവരാം. പിന്നെ അത് കൂടാതെ നമ്മൾ കുറച്ച് ഏഞ്ചലും ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ജസ്റ്റ് ബ്രീഡിങ് ചെറിയൊരു വർക്ക് നടക്കുന്നതിനെ കൊണ്ട് ബ്രീഡിംഗ് ഒക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ അതിന്റെ പേരാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ കളർ കണ്ടില്ലേ? നല്ല, അതായത് നല്ല റെഡ് കളർ ആവും അല്ലേ? ഇതായിരിക്കും സത്യം പറഞ്ഞാല് നമുക്ക് അക്കുറത്തിലും നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. എന്നാലും ഈ ഒരു ഇതൊക്കെ ശരിക്കും ബ്രീഡിങ് ആ ഒരു ഇതിലാവാനായതാണ്. ബ്രീഡിങ് പെയറാണ്. അപ്പം ഏകദേശം ഇതായി കഴിഞ്ഞാൽ ഈ ഒരു കളറായി മാറും അല്ലേ? ഡാർക്ക് ഉണ്ടാവും. ഇത് നല്ല ഡാർക്ക് കളറിൽ വരും. നമ്മളിപ്പോ എടുത്തതിനെ കൊണ്ടാണ് ഒന്ന് ഡിം ആവും. കാരണം ഏത് ഫിഷാണെങ്കിലും ഇത് കണ്ടില്ലേ, ഇത് രണ്ടും ഇപ്പൊ ബ്രീഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ കളർ കണ്ടില്ലേ? ഒരു ബ്ലാക്കിഷ് കളറ് മുകളിലും, പിന്നെ അതേപോലെ തന്നെ ബാക്കി എല്ലാ ഭാഗത്തും ഡാർക്ക് കളറും. ഓക്കെ, ഇതാണ് ശരിക്കും അതിന്റെ ബ്രീഡിങ്. ഇത് ഏകദേശം എത്രയായി ഉണ്ടാവും? ഒരു 1 ഇയർ ഒക്കെ ഏജുള്ള സാധനം അല്ലേ? ഓക്കെ, എന്നാലേ കുറച്ച് ഗപ്പി വെറൈറ്റി കണ്ടുവന്നാലോ? ഈ കാണുന്ന ഗപ്പി വെറൈറ്റി അല്ലേ? ഈ കാണുന്ന ഏതാ വെറൈറ്റി വരുന്നത്? ഇത് ആൽബിനോ ഫുൾ റെഡ്. കാരണം അത്യാവശ്യം എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു വെറൈറ്റി ആണ്. നല്ലൊരു വെറൈറ്റി. ഫുൾ റെഡ്, ഫുൾ ബ്ലാക്ക് ആണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത്. പക്ഷെ അത് കുഞ്ഞുങ്ങളെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നമ്മള് ബ്രീഡിങ് പ്രസവിക്കാനായതിനെ മാറ്റിയിടും. അതിനെ മാറ്റിയിടും അല്ലേ? പക്ഷെ എന്നാലും കിട്ടുമോ? ആൽബിനോ ആയതുകൊണ്ട് തന്നെ കുട്ടികളെ കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ? ഇത് കൊടുക്കാനുണ്ട്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? വേറെ 100 രൂപ. വേറെ 100 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അല്ലേ? വേറെ ഏതാ നമുക്ക് ഗപ്പി വെറൈറ്റിയിൽ കാണിക്കാനുള്ളത്? വേറെ വൈറ്റ് ടെക്സിഡോ ഉണ്ട്. ടെക്സിഡോ ഉണ്ട് അല്ലേ? വൈറ്റ് ടെക്സിഡോ. നമ്മുടെ ടെക്സിഡോ ആണ് അല്ലേ? വൈറ്റ് ടെക്സിഡോ ആണ്. ഇനി എന്താ പ്രൈസ് വരുന്നത്? ശരിക്കും സെയിം പ്രൈസ് തന്നെയാ അല്ലേ? ഇതെങ്ങനെയാ? നമുക്ക് എന്തെങ്കിലും വാട്ടറോ കാര്യങ്ങളോ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ചോദിക്കുന്നത് ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വൈറ്റ് കളർ അതുപോലെ തന്നെ ഉണ്ടാവും. പുറത്താന്നേരം പിന്നെ കുറച്ച് കളർ മാറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. റെഡ് കളർ കയറുന്ന പോലെ തോന്നിയിട്ടുണ്ട്. റെഡ് കളർ. അപ്പൊ ഫുഡിന് എന്തെങ്കിലും നമ്മൾ മാറ്റം വരുത്താനുണ്ടോ? ഫുഡ് നോർമലി റെഡ് കളർ വെക്കുന്ന ടൈപ്പ് ഫുഡ് ഇവിടെ നമ്മൾ കയോ എന്ന് പറഞ്ഞ ഫുഡ് കൊടുക്കല്. കയോ അതിന് വലിയ കുഴപ്പമൊന്നും വരുത്തില്ല. അത് ശരിക്കും ഈ എങ്ങനെയാ? അത് നല്ല റേറ്റ് ഉള്ള അങ്ങനത്തെ ടൈപ്പ് ആണോ? അല്ലെങ്കിൽ കയോ എന്ന് പറഞ്ഞാൽ? കയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നോർമൽ റേറ്റ് ഉള്ളതാണ്. കിലോ 1500. അത്ര റേറ്റ് വരുന്ന സാധനമാണ്. എല്ലാവർക്കും അത് തന്നെയാ. പോളാറിനൊക്കെ ഏതാ കൊടുക്കല്? പോളാറിനൊക്കെ നമ്മള് ഗ്രോവലിന്റെ കൊടുക്കലുണ്ട്, പിന്നെ പല കമ്പനീന്റെ കൊടുക്കലുണ്ട്. റായ്ഫെസ്റ്റിന്റെ ഒരു കൊടുക്കലുണ്ട്, പിന്നെ കമ്പനി സ്ഥിരമായിട്ട് കൊടുക്കുക. പേരൻസിനൊക്കെ നമ്മള് കയോ തന്നെ കൊടുക്കല്. കയോ ആണോ? കയോ കൊടുക്കല്. 1000, 1500 എന്നൊക്കെ പറയുമ്പോ അതുകൊണ്ടാണ് ശരിക്കും സത്യം പറഞ്ഞാല് ബ്രീഡിംഗ് സ്റ്റോക്കിന് മാത്രമേ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ മാത്രമേ. ഇത്രയും ഫുഡിന് റേറ്റ് കൊണ്ട് ആയിരിക്കാം ചിലപ്പോ ഈ ഓരോന്നിനും നമ്മള്
അതായത് ഫിഷിനൊക്കെ റേറ്റ് ഇങ്ങനെ കൂടാൻ കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണല്ലോ. എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യം ആർട്ടിമിയ കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം 50 രൂപേന്റെ ഗപ്പിണ്ട്, എന്നാല് 100 രൂപ 150 രൂപ എന്താ കൂടുതൽ ചോദിക്കുമ്പോ നമുക്ക് അതിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താ വെച്ചാല് ഗപ്പിന്റെ റേറ്റ് ഒക്കെ കുറഞ്ഞല്ലേ, ഇപ്പൊ എത്രയോ വ്യത്യാസം വന്നില്ല. ലോക്ക്ഡൌൺ സമയത്തൊക്കെയാണ് നമ്മളെ ഈ കോവിഡ് സമയത്തൊക്കെ ആകുമ്പോ 40,000 രൂപ വരെയുള്ള ഫുൾ റെഡ് ഗപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഇവിടെ അല്ല, ഇറങ്ങിയിരുന്നു. ഇപ്പൊ അത്ര കുറഞ്ഞല്ലേ? നല്ല കുറവാണ്. ഓക്കെ, നമുക്ക് എന്നാല് അടുത്ത ഗപ്പി വെറൈറ്റി കണ്ടാലോ? അടുത്തതിന്റെ നമ്മള് റെഡ് ഡ്രാഗൺ ഉണ്ട്. റെഡ് ഡ്രാഗൺ ഉണ്ട് അല്ലേ? കാണുന്നതാണ് നമ്മുടെ റെഡ് ഡ്രാഗൺ അല്ലേ? ഓക്കെ, ഇതിനെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് സെയിം പ്രൈസ് തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മളെ ഗപ്പീസിനൊക്കെ സെയിം പ്രൈസ് തന്നെയാണോ വരുന്നത്? ഇവിടെ നമ്മള് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആണ്. റേറ്റ് ആണല്ലേ? ഇപ്പൊ ഗപ്പി ഒക്കെ ചെയ്യുന്ന എത്ര വെറൈറ്റി? അപ്പൊ 5-6 വെറൈറ്റി ഒക്കെ നമ്മളെല്ലാം 100 രൂപേന്റെ റേഞ്ചിലാണ് കൊടുക്കുന്നതല്ലോ. ആണല്ലേ? മാർക്കറ്റ് ഏകദേശം 150-200 ഒക്കെ റേറ്റ് വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇതിന് വല്ല എങ്ങനെയാ ബ്രീഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ? ഇത് ബ്ലാക്ക് ഐ അല്ലേ? ഇത് ബ്ലാക്ക് ഐ. അപ്പൊ കുറച്ചുകൂടി ഈസി ആണല്ലോ അല്ലേ നമുക്ക് ആക്കാനൊക്കെ? ഓക്കെ, നമുക്ക് എന്നാല് ലാസ്റ്റത്തെ ഗപ്പി വെറൈറ്റി വേറെ നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളേ? വേറെ 2-3 വെറൈറ്റി കൂടി ഉണ്ട്. അതെവിടെയാ? അപ്പുറ സൈഡിലാണ്. നമുക്ക് എന്നാലും അവിടെ നിന്ന് പോയി കണ്ടു വന്നാലോ? നമ്മളിപ്പോ താഴോട്ട് വന്നതാ അല്ലേ ഗപ്പിനെ കാണാൻ വേണ്ടിട്ട്? ഇതിപ്പോ ജെറ്റ് ബ്ലാക്ക് ആണ് അല്ലേ? എന്നും എനിക്ക് തോന്നുന്നു എന്നും ഒരു മാർക്കറ്റുള്ള ഒരു വെറൈറ്റി അല്ലേ ഇത്? ഓക്കെ, ഇത് ഫുള്ള് ബ്ലാക്ക് ആയിരിക്കില്ല? അതായത് ഇപ്പം നമ്മളെ ഇത് ഫീമെയിലും മെയിലും ഒക്കെ ഒരുമിച്ചാണോ നിങ്ങള്? എല്ലാം ബ്ലാക്ക് ആയിരിക്കില്ലേ? ഇതിനെങ്ങനെ പ്രൈസ് ഒക്കെ വരുന്നത്? ഇത് സെയിം തന്നെ, 100. സെയിം. നമുക്കിപ്പോ കാണിച്ച് ഗപ്പീസ് എല്ലാം നമുക്ക് ഇവിടെ 100 തന്നെയല്ലേ വരുന്നത്? ശരി. ഓക്കെ, ഇതിനെങ്ങനെ ഫുഡൊക്കെ എങ്ങനെയാ? ഇത് തന്നെ സെയിം തന്നെ. ഈ സെയിം തന്നെ, സെയിം ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആർട്ടിമി കൊടുക്കും ചെറുപ്പത്തില്. പിന്നെ മൊയിന കൊടുക്കാറുണ്ട് അല്ലേ? മൊയിനൊക്കെ വരുന്ന സമയത്ത് നല്ല കളർ വെക്കുന്നു അല്ലേ? ഇനി ആൽഗേ വാട്ടറിനെ കൊണ്ട് നല്ല ആൽഗേ വാട്ടറില് കുറച്ചുകൂടി നല്ലതാണോ? നല്ല ബോഡി സൈസ് ഉള്ളതാണ്. ശരി. മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് എന്നാലേ അടുത്ത ഗപ്പി വെറൈറ്റിയിലേ പോയാലോ? നമ്മളിപ്പോ ഗപ്പിയിൽ ഇപ്പൊ ഏതാ പിടിക്കുന്നത്? ഇത് ജപ്പാൻ ബ്ലൂ. നല്ലൊരു കളർ വെറൈറ്റി അല്ലേ കാണുന്നത്? ഇതില് എല്ലാം അതായത് ഫീമെയിലും മെയിലും ഒക്കെ ഈ ഒരു ഇതിലാണോ വരിക? നല്ലൊരു കളർ പാറ്റേൺ തന്നെയല്ലേ ഇതിൽ വരുന്നത്? ഇതിൽ എങ്ങനെയാ അത് ലൈറ്റ് ഒക്കെ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല പിന്നെ നല്ല എന്താ പറയാ ഡോർസലൊക്കെ വരുന്ന ടൈപ്പാണ്. ഓക്കെ, ഇതിനെങ്ങനെ പ്രൈസ് വ്യത്യാസം ഉണ്ടോ? സെയിം പ്രൈസ് തന്നെയാണല്ലേ? ഇതിപ്പോ മെയിലാണ് നമ്മൾ ആ ഒരു നല്ല ഇതായിട്ട് കാണുന്നത്. ഫീമെയിൽ അതിലുണ്ട്. ഫീമെയിൽ ബ്ലാക്ക് ആയിരിക്കും അതിന്റെ? ലൈറ്റ് ബ്ലൂ ടച്ച് വരുന്നത് അല്ലേ? ഇതിനെ മെയിൻറ്റെയിനിങ് കുറവാ ആണല്ലേ? മറ്റേ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഗപ്പീന് എല്ലാത്തിനെയും മെയിൻ്റെനൻസ് കുറവായിരിക്കും അല്ലേ? മെയിൻ്റെനൻസ് നമ്മള് അത്ര ഒരു നോർമൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും തന്നെയല്ലേ? നമുക്ക് അടുത്തതിൽ കാണാവുന്ന സാന്റാക്ലോസ്, നമ്മുടെ പണ്ടത്തെ വെറൈറ്റി. പണ്ടത്തെ സാന്റ ഇപ്പോ ഏതോ ഒരു പുതിയൊരു ഇതിൽ വരുന്നതാണ്. അല്ലേ? ഓക്കെ, ഇതെങ്ങനെ വൈറ്റ് സാന്റ ആണോ? ഇത് സാന്റാക്ലോസ് വൈറ്റ് സാന്റ അങ്ങനെയല്ല, സാന്റാക്ലോസ്. ഓക്കെ, ഇതുണ്ടോ നമുക്ക് വേറെ കൊടുക്കാനുണ്ടോ? വേറെ കൊടുക്കാനുണ്ട് അല്ലേ? അതില് സാന്റ മാത്രമേ ഉള്ളൂ ഇതില്? സാന്റ മാത്രമേ ഉള്ളൂ. അതിന്റെ കുഞ്ഞുങ്ങളുണ്ട് തോന്നുന്നല്ലേ? അതങ്ങനെ കഴിക്കൊന്നുമില്ല തോന്നില്ല അങ്ങനെ? ഇല്ല, അത് നമുക്ക് ആൽഗേ വാട്ടർ ആയതിനെ കൊണ്ട് അങ്ങനെ കുട്ടികളെ കാണൂല. അപ്പൊ ഇതിന്റെ കളറ് കാര്യങ്ങളൊക്കെ കിട്ടുമോ? നല്ല കളർ ഉണ്ടാവും. ആൽഗേ വാട്ടറിൽ അത്യാവശ്യം നല്ല കളർ ഉണ്ടാവും അല്ലേ? നല്ല കളർ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിന്റെ വേസ്റ്റ് കറക്റ്റ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചത്തു. അതായത് അമോണിയൊക്കെ ഫോം ചെയ്ത് ആകുന്ന സമയത്ത് കറക്റ്റ് ഒരാഴ്ചയിൽ വേസ്റ്റ് അടിയിൽ നിന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതായത് 30 വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വലിച്ചെടുക്കുക. എന്നാൽ ഇതൊക്കെ മെയിനായിട്ട് നോക്കേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വാട്ടർ ചേഞ്ചിങ് ആണ്. അത് ഈ പോളാറിലും അങ്ങനെ തന്നെയാണോ? പോളാറൊക്കെ അങ്ങനെ തന്നെ. പോളാറൊക്കെ കുറച്ചുകൂടി പ്രതിരോധശേഷിയുള്ളതാണ്. ശ്രദ്ധ ഇല്ലെങ്കിലും കുഴപ്പമില്ല. പോളാർ ശരിക്കും കുഞ്ഞുങ്ങളെ ശരിക്കും പോളാർ തന്നെയാണോ അല്ലെങ്കിൽ ചിക്കിൾഡ് വെറൈറ്റി ആണോ വായിൽ കൊണ്ടുനടക്കുന്നത്? ശരിക്കും അല്ല, വായിൽ കൊണ്ടുനടക്കുന്നത് വേറെ ചിക്കിൾസിന്റെ ആ ഒരു വെറൈറ്റി അല്ലേ? പോളാർ അങ്ങനെ കഴിക്കൂലല്ലോ കുഞ്ഞുങ്ങളെ കഴിക്കൂല. പക്ഷെ കഴിക്കും ചിലത്. നമ്മള് എന്തെങ്കിലും പേടി കൂടി കഴിഞ്ഞാൽ കുട്ടികളെ കഴിച്ചാളി. സേഫ്റ്റി അല്ലാന്ന് കണ്ടു കഴിഞ്ഞാല്. ഓക്കെ.
നമുക്കിപ്പോ ഏതാ വേറെ അടുത്ത ഏതാ ഉള്ള കാണിക്കാനുള്ളത്? ഷോർട്ടേലുണ്ട്. ഓ ഷോർട്ടേലൊന്ന് കണ്ടാലോ പോയിട്ട്? ഷോർട്ടേല് പിടിക്കാൻ കുറച്ച് പണിയായിരിക്കും. നല്ല ബുദ്ധിമുട്ടല്ലേ? പിന്നെ ഉള്ളത് റെഡ് ബലൂൺ പ്ലാറ്റി ആണുള്ളത്. ഓ ഇതാണിപ്പോൾ കാണുന്നത് ഷോർട്ടേൽ അല്ലേ? ഷോർട്ടേൽ. ഇപ്പൊ ലൈറ്റ് ഒക്കെ അടിച്ചോണ്ട് നമുക്ക് അധികം അങ്ങോട്ട് കാണുന്നില്ല, കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെയുള്ള ബലൂൺ പ്ലാറ്റി ആണല്ലേ? അത് നമുക്ക് കാണാൻ പറ്റുമോ? ബലൂൺ പ്ലാറ്റി മുകളിലാണ്. നമുക്ക് നാലാടെ വന്ന് വേണ്ടല്ലോ. പിന്നെ ഉള്ളത് ക്രാഫിഷും ഉണ്ട്. ഓ ക്രാഫിഷ് കൊടുക്കാനുണ്ടോ അവിടെ? കുറച്ചുണ്ടാവും, ചെറിയ സൈസ്. നമുക്ക് എന്നാലും ക്രാഫിഷ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബലൂൺ പ്ലാറ്റിലേക്ക് പോവാം. എന്റെ പേരൻസ് അല്ലേ? ഏതാ കളർ വരുന്നത്? ക്രാഫിഷ് ഏതാ വരുന്നത്? റെഡ് കളർ. റെഡ് അല്ലേ വരുന്നത്? അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയല്ലേ? അതിനെ നമുക്കൊന്ന് കണ്ടാലൊന്ന് പിടിച്ചിട്ട്. അത്യാവശ്യം വലിയൊരു സൈസാ അല്ലേ? അതിന്റെ മുകളിൽ കാണുന്നത് അതിന്റെ ആൽഗെ പിടിച്ചാണല്ലേ? ഇതേതാ, മെയിലാണോ ഫീമെയിൽ ആണോ? ഇത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണല്ലേ? അങ്ങനെ ശരിക്കും മനസ്സിലാവുന്നതായിരിക്കും. അത് അടിയിൽ ഒരു വൈറ്റ് ഉണ്ടാവും, അത് മെയിലും ഇത് വൈറ്റ് ഇല്ലാത്ത ഫീമെയിലും. ഓ അങ്ങനെയാണോ? വൈറ്റ് ഒരു സാധനം അങ്ങനെ ഉണ്ടാവും അടിയിൽ. അത് വൈറ്റ് ഉള്ളതാണ് മെയില്. വൈറ്റ് ഉള്ളത് മെയില്, വൈറ്റ് ഇല്ലാത്തത് ഫീമെയില്. ഓക്കെ, ഇത് മെയിലും ഫീമെയിലും ഉണ്ട് അവിടെ? ഓ ഇവിടെ ഉണ്ടല്ലോ അത്യാവശ്യം. ചെറുതാണ്, കുട്ടികളാ കൊടുക്കാനുള്ളത്. ഒക്കെ കുഞ്ഞുങ്ങളാ അല്ലേ? അപ്പൊ ഈ ഒരു ബ്രീഡിംഗ് സൈസ് ആയിട്ടുള്ള ഏതെങ്കിലും കൊടുക്കാനുണ്ടോ? ബ്രീഡിംഗ് സൈസ് കൊടുക്കാനില്ല, കുട്ടികളെ കൊടുക്കാനുള്ളൂ. ഇപ്പൊ അത്യാവശ്യം എങ്ങനെയാ, അത് കുറച്ച് ഈസി ആണോ? കുട്ടികളെ മാറ്റിയിട്ടാ മതി, കുഴപ്പമൊന്നുമില്ല. കുട്ടികളെ കഴിക്കുവോ? കുട്ടികളെ സെപ്പറേറ്റ് അല്ല, കുട്ടികളെ തന്നെ തമ്മാൽ അടികൂടി കഴിക്കും. ഓ അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ നമ്മളത് മാറ്റിയിട്ട് ഈ ഷെല്ലൊക്കെ പൊഴിക്കുന്ന സമയത്തൊന്ന്. പിന്നെ ഇത് കൂടാണ്ടുള്ളത് നമ്മുടെ അടുത്ത് ചെറിയ ഷ്രിമ്പ് ഉണ്ട്, ബ്ലൂ ഷ്രിമ്പ് ഉണ്ട്. ബ്ലൂ ഷ്രിമ്പ് വരുന്നുണ്ടല്ലേ? പിന്നെ റെഡ് ഷ്രിമ്പ് ഉണ്ട്. ഓ എന്നാല് ആ ഷ്രിമ്പും ഒന്ന് കാണാം, അതേമാതിരി തന്നെ ഷോർട്ടേലും ഒന്ന് കാണാം. ഷോർട്ടേലല്ല, നമ്മൾ പറഞ്ഞ ബലൂൺ മോളി, ബലൂൺ പ്ലാറ്റി അല്ലേ? ഓക്കെ, നമുക്ക് എന്നാലും അതും കൂടി ഒന്ന് കണ്ടുവരാം. നമ്മളിപ്പോ കാണാൻ പോണത് ബലൂൺ പ്ലാറ്റി. ബലൂൺ പ്ലാറ്റി ഒരു ഷോർട്ട് ബോഡി ടൈപ്പ് ആയിരിക്കും അത്? ഷോർട്ട് ബോഡിയാണ്, നല്ല റെഡ് കളർ ഉണ്ടാവും. ഓക്കെ, ഇതൊരു പുതിയൊരു വെറൈറ്റി ആണോ അല്ലെ? എപ്പോഴും നല്ല ഡിമാൻഡുള്ള സാധനമാണ്. ഓഹോ, ഒരു ഹോൾസെയിൽ ആയിട്ടൊന്നും കൊടുക്കാനില്ല, പെയർ മാത്രമായിട്ട് ഉണ്ടാവുള്ളൂ. പയറൊക്കെ നല്ല ബൾജായിട്ട് അങ്ങനത്തെ ടൈപ്പ് ആണല്ലേ? ചെറിയൊരു ഷോർട്ട് ബോഡി ആയിരിക്കും ഇത്. ഓഹോ, വേണ്ടിട്ടല്ലേ ഉണ്ടാകുക. ഒരു ഷോർട്ട് ബോഡി അങ്ങനത്തെ ടൈപ്പ്. ഇത് മെയിലും ഫീമെയിലും അങ്ങനെ മനസ്സിലാവോ? ഓ ഇത് സിമ്പിൾ അല്ലേ? സിമ്പിൾ ആയിട്ട് മനസ്സിലാവും അല്ലേ? മെയിലിന് നല്ല മെലിഞ്ഞിട്ടായിരിക്കും, ഫീമെയിൽ നല്ല വയറുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? എങ്ങനെയാ പ്രൈസ് ഒക്കെ? അത് നമ്മൾ 50 രൂപയ്ക്ക് കൊടുക്കും, ജോഡി 50 രൂപ അല്ലേ? ഓക്കെ, നമുക്ക് എന്നാലേ സ്ട്രിമ്പിനെയും കൂടെ പോയി കണ്ടുവന്നാലോ? നമ്മള് ഈ കണ്ടോണ്ടിരിക്കുന്നത് സ്ട്രിംബ് വെറൈറ്റി അല്ലേ? ബ്ലൂ ഷ്രിമ്പ് ആണ്. ബ്ലൂ ഷ്രിമ്പ് ആണ് അല്ലേ? എങ്ങനെയോ ഒന്ന് കൈ കുടിക്കാതല്ലേ? കുറച്ച് ബുദ്ധിമുട്ടല്ലേ? ആണല്ലേ? ഇത് കൊടുക്കാനുണ്ടോ? അത്യാവശ്യം കൊടുക്കാനുണ്ടോ? കൊടുക്കാണ്ടല്ലേ? ഏതൊക്കെ സ്ട്രിംബ് വെറൈറ്റി അപ്പൊ ഉള്ളത് ഇവിടെ? ബ്ലൂ ഉണ്ട്, നമുക്ക് റെഡ് ഉണ്ട്, പിന്നെ യെല്ലോ ഉണ്ട്. ഇതൊക്കെ ഇതിൽ തന്നെയാണോ അല്ലെങ്കിൽ? യെല്ലോ ഇതിന്റെ അകത്ത് വരുന്നത്. ടാങ്ക് ഒന്ന് കാണിച്ചു കൊടുക്കും. ഓക്കെ, ഇതിലും അല്ലേ? ഇതിലാണ് യെല്ലോ ഉള്ളത്. അല്ലേ? ഇതില് റെഡ് ഉണ്ടോ? ആണല്ലേ? റെഡ് ആണല്ലേ? കുറച്ച് റിസ്ക് കാണുമ്പോ പിടിക്കല്ലേ? ഭാഗ്യത്തിന് എന്തോ ഒരിത്തിരി കിട്ടിക്കണേ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അഡൾട്ടും എല്ലാം ഉണ്ടാവും അല്ലേ? സൈസും എല്ലാ സൈസും ഉണ്ടാവും അല്ലേ? പിന്നെ അതിലുള്ളത് യെല്ലോ ആണെന്ന് തോന്നുന്നു. യെല്ലോ ആണല്ലേ? അപ്പൊ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ബ്ലൂ റെഡ് യെല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ ബെറ്റാസ് വേണ്ടവർക്ക്, അതേമാതിരി തന്നെ പോളാർ വെറൈറ്റി വേണ്ടവർക്കായിട്ട്, അല്ലെങ്കിൽ എന്താ പറയാ, ഓൾമോസ്റ്റ് നമ്മൾ ഇനിയിപ്പം പുതിയ ഫിഷ് കണ്ടെത്തുന്നവരാണെങ്കിൽ കൂടി ഹരിയാണ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി അറേഞ്ച് ചെയ്തിരും. അപ്പം അതിന് ടെൻഷൻ അടിക്കണ്ട, ആ ഷോപ്പ് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ അതെന്തായാലും എത്തിച്ചേരും. അപ്പൊ എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ബൈ കൊടുത്താളെ.